സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയിലുണ്ടായ വൻ വർധനവും വിപണിയിലെ വിലയിടിവും കാരണം സ്വർണം വാങ്ങുന്ന കാര്യത്തിൽ കടുത്ത ജാഗ്രത പുലർത്തി ഇന്ത്യൻ ഉപഭോക്താക്കൾ. ഓണത്തിന് സ്വർണ്ണവില 1 ലക്ഷത്തിന് താഴേക്ക് കുറയുമോ എന്ന ആകാംക്ഷ. അതേസമയം നിലവിലെ സ്വർണ്ണവില ഒരു വർഷം മുമ്പ് രേഖപ്പെടുത്തിയ 95,600 രൂപയേക്കാൾ വളരെ മുകളിലാണ്. സ്വർണത്തിന്റെ വില ചാഞ്ചാടി നിൽക്കുകയാണ്. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയിലുണ്ടായ വൻ വർധനവും വിലയിലെ ചാഞ്ചാട്ടവും കാരണം സ്വർണം വാങ്ങുന്ന കാര്യത്തിൽ കടുത്ത ജാഗ്രത പുലർത്തിയിരിക്കുകയാണ് ഉപഭോക്താക്കൾ. തീരുവ വർധനയ്ക്ക് ശേഷം ഇന്ത്യൻ വിപണിയിൽ സ്വർണത്തിന്റെ ആവശ്യകതയിൽ 70% ഇടിവുണ്ടായെന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് മാറ്റിവെക്കാൻ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചതിനു തൊട്ടുപിന്നാലെയാണ് മെയ് 13-ന് കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി 6% നിന്ന് 15% ഉയർത്തിയത്. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയും നികുതി വർധനവുമാണ് ഇപ്പോൾ വിപണിയിൽ പെട്ടെന്നുള്ള ഡിമാൻഡ് കുറയാൻ കാരണമായെന്നും വിലയിരുത്തലുണ്ട്. എന്തായാലും പുതിയ സ്വർണം വാങ്ങാൻ ഉപഭോക്താക്കൾ മടിക്കുന്ന സാഹചര്യമാണുള്ളത്. നിരവധി കുടുംബങ്ങൾ തങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ വിറ്റഴിക്കുന്ന പ്രവണതയും ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ പഴയ സ്വർണത്തിന്റെ വിൽപ്പന ഏകദേശം 50 ടണ്ണോളം എത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 50% കൂടുതലാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. ഇനിയും വില കുറയുമെന്ന പ്രതീക്ഷയിൽ സ്വർണ്ണപ്പണയ വായ്പകളിലും വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ സ്വർണ്ണവില ഒരു വർഷം മുമ്പ് രേഖപ്പെടുത്തിയ 95,600 രൂപയേക്കാൾ വളരെ മുകളിലാണ് ഇപ്പോഴുമുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ വില ഇനിയും ഇടിയുമെന്ന ഭയത്തിലാണ് ഉപഭോക്താക്കളും നിക്ഷേപകരും സ്വർണ്ണ വ്യാപാരികളും ഉള്ളത്. വിലയിൽ ഇങ്ങനെ ചാഞ്ചാട്ടം കാണിക്കുന്നതുകൊണ്ട് സ്വർണം വാങ്ങാൻ ആലോചിക്കുന്നവരും വരാൻ മടിക്കുകയാണെന്നും വ്യാപാരികൾ പറയുന്നു. വില ഇനിയും താഴേക്ക് കുറയാനുള്ള സാഹചര്യമാണുള്ളത്. പിന്നീടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ് സ്വർണം വിൽക്കാൻ ആലോചിക്കുന്നതെങ്കിൽ അവർ കുറച്ചുകാലം കാത്തിരിക്കുന്നതാണ് നല്ലതെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. ഉടനെ കുറേയധികം പണം ആവശ്യമുള്ളവർ മാത്രം പെട്ടെന്ന് വിൽക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ സ്വർണം വാങ്ങുന്നതിനേക്കാൾ ഇരട്ടിയോളം ആളുകളാണ് വിൽക്കാനായി ജ്വല്ലറികളിലേക്ക് എത്തുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. ആഗോള സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് സ്വർണ്ണവിലയൊക്കെ നിൽക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ബഹുരാഷ്ട്ര സംഘർഷങ്ങളും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെയും ഒക്കെ ആശ്രയിച്ചാണ് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം ഇരട്ടിപ്പിക്കുന്നത്. എന്തായാലും ഓണം പോലെയുള്ള ആഘോഷങ്ങൾ കേരളത്തിലും ഇന്ത്യയിലുമാകെ ഒതുങ്ങി നിൽക്കുന്നതായതുകൊണ്ട് തന്നെ സ്വർണ്ണ വിപണിയെ വലിയ തരത്തിൽ സ്വാധീനിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.